Namaste. Welcome to our channel, The Below Fortune 77 Tarot. അപ്പോൾ നമ്മളിവിടെ Q&A ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ആ ഒരു ഇതിൽ നമ്മൾ Q&Aയിൽ നിന്ന് ഒരു ടാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് കൂടുതലായിട്ടും സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ കുറച്ചൊക്കെ ആളുകൾ ചോദിച്ചു, മാം റീഡ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്സ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട്. ശരിക്കും ഇത് എന്താണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. മാഡം എന്താണ് എക്സാക്റ്റ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിനുള്ളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസറാണ്. പലപ്പോഴും നമ്മളിപ്പം ഒരു റിലേഷൻ എന്നുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു എനർജിയാണ് എപ്പോഴും സിറ്റുവേഷൻഷിപ്പിന് പറയുന്നുള്ളത്. അവിടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, പക്ഷെ അതിൽ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്ന എല്ലാ ബെനിഫിറ്റ്സും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഈ ഒരു പാർട്ട്ണറിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആ ഒരു കാര്യങ്ങൾ അത്രയും ഫ്രീഡത്തോടു കൂടി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അടുത്തേക്ക് ചോദിക്കുന്നുണ്ടാവാം. ഓക്കെ, ലൈക്ക് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും നമുക്കറിയാം ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത്. രണ്ട് പേരും, ഒരു ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പിനൊക്കെ എപ്പോഴും ഒരു ബൗണ്ടറീസ് ഉണ്ടാവും. ഇവിടെ ഒരു ബൗണ്ടറീസ് ഉണ്ടാവില്ല. നിങ്ങൾ ആ ഒരു ബൗണ്ടറി വെക്കാനായിട്ട് അവർ ഉണ്ടാവില്ല. അവർ നിങ്ങൾ വെച്ചിരിക്കുന്ന ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യാൻ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് എന്നെ ഇഷ്ടമാണോ, ആളെന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള രീതിക്ക് നിങ്ങൾക്കും ഒരു ഡൗട്ട് ആവും. കാരണം നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അവർ കൊണ്ടെത്തിക്കുന്നുണ്ടാവും പലപ്പോഴും നിങ്ങളെ. ആ ഒരു ടൈമിൽ ആയിരിക്കുമൊക്കെ നിങ്ങൾ പലപ്പോഴും റീഡിങ്സ് എടുക്കാൻ വരുന്നുള്ളത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കും, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് സംഭവം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒട്ടും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കില്ല. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പാർട്ട്ണർ, ഡസൻറ്റ് മാറ്റർ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും, ആ ഒരു വ്യക്തിയുടെ ഫുൾ ആ ഒരു ഹീലിംഗ് എനർജി, ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ഒരു ഹീലിംഗ് എനർജിയെ ആൾ യൂസ് ചെയ്യുകയാണ്. കാരണം ഓൾറെഡി ആൾക്ക് എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അത് ബ്രേക്ക് ആയതിൻ്റെ സങ്കടം തീർക്കാൻ വേണ്ടി ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം. പക്ഷേ ആളുടെ ആ ഒരു പെരുമാറ്റവും രീതിയും നിങ്ങളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആൾ നിങ്ങളോട് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വിചാരിക്കും ലൈക്ക് ആൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പം നിങ്ങൾ ചോദിക്കുന്ന ടൈമിലായിരിക്കും ആൾ പറയുന്നത്, നോ, നീ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് എനിക്ക്, അല്ലെങ്കിൽ നീ ഒരു നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രമാണുള്ളത്. അപ്പം നമുക്ക് തന്നെ ചിന്ത വരും, ലൈക്ക് ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെയാണോ ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുന്നത് എന്നുള്ളൊരു തോട്ട്സ് നമുക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം റീസെൻ്റായിട്ട് എനിക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് 2 വീക്സ് എനിക്ക് ഇതുപോലത്തെ കുറച്ച് റീഡിങ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതല്ല റിവീൽ ചെയ്യല്ല, പക്ഷേ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ജസ്റ്റ് ഒരു ടൈം പാസ് മാത്രമാണ്. ആൾ നിങ്ങളുടെ ഫീലിങ്സ് ഇമോഷൻസും വെച്ചിട്ട് കളിക്കുകയാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഒന്നുമില്ല എന്നുള്ള രീതിക്ക് ആൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു എനർജി റെസ്പെക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെയും വീണ്ടും നിങ്ങളൊരു ബൗണ്ടറി വെച്ചാലും അവർ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങളോട് പെരുമാറുന്നുണ്ടാവുക. ലൈക്ക് എന്താണ്, ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്ത ആ ഒരു പഴയ ഒരു ലവർ, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ്സ് എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കും അവർ നിങ്ങളോട് പെരുമാറുന്നുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, നിങ്ങളെ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോഴും ആൾ നൈസായിട്ട് പറയും, ഓക്കെ നമുക്ക് ഈ കണക്ഷൻ എൻഡാക്കിയേക്കാം. അല്ലെങ്കിൽ വേറൊരു പ്രൊപ്പോസൽസ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആളതിന് പറഞ്ഞിട്ട് പറയുന്നുണ്ടാവും, ഓക്കെ നമുക്ക് ഈ കണക്ഷൻ എൻഡാക്കാം, ഇനി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് ആൾ സംസാരിക്കുന്നുണ്ടാവും. അപ്പം അവിടെ ഒരു വ്യക്തി മസ്റ്റായിട്ടും സിറ്റുവേഷൻഷിപ്പിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരാൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കും. ആൾക്ക് യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇമോഷൻസും ഉണ്ടാവില്ല. കാരണം അവരെപ്പോഴും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ അവർ വന്നത്, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഗോളും ഫോക്കസ് ചെയ്തിട്ട് മാത്രമായിരിക്കും ആൾ നിൽക്കുന്നുണ്ടാവുക. അതിലൊരിക്കലും നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ കൂട്ടി നിൽക്കുന്നുണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും, ഓക്കെ ഫൈൻ. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി, അത് നിങ്ങളെ ഒരു സിറ്റുവേഷൻഷിപ്പ് ബ്രേക്ക് ആയതിനു ശേഷം നിങ്ങൾ ഒത്തിരി അധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും അതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട്. ഓക്കെ, അപ്പം ഇതാണ് സംഭവം ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നുള്ളത്. പലർക്കും അത് അറിയത്തില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണോ അത് ഗോസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണോ, ഒരു നോർമൽ കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണോ, നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ സിറ്റുവേഷൻഷിപ്പിലാണെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ അതിൽ നിൽക്കാതിരിക്കുക. ബിക്കോസ് അവിടെ നിന്നതിന് ശേഷം നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഒരു
നിങ്ങളുടെ ഫേവറിൽ ഒരു കാര്യവും വരില്ല. നിങ്ങളൊരു ഹോപ്പിൽ നിൽക്കുന്നുണ്ടാവും ഉറപ്പായിട്ടും, ലൈക്ക് ആ ഒരു വ്യക്തി എനിക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരും, ആൾ മാരീഡ് ചെയ്യും എന്നുള്ളൊരു തോട്ട്സിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ആ നിങ്ങളുടെ ഫേവറിൽ ഒരു കാര്യങ്ങളും വരുന്നുണ്ടാവില്ല. ലൈക്ക് എന്താ പറയുക, അതൊരു ഗോസ്റ്റിങ് തന്നെയായിരിക്കും. ഒരിക്കലും നിങ്ങൾ ഇതുപോലെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കളയാതിരിക്കുക. കാരണം റീസെൻ്റ് ആയിട്ട് ഞാൻ കുറേ ക്ലയൻസിനെ ഇതുപോലെ കണ്ടിട്ടുണ്ട്. ലൈക്ക് അവരൊക്കെ സിംഗിൾസാണ്. ഓക്കെ, നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ട് ചിന്തിക്കാനായിട്ടുള്ള, ഓക്കെ ആൾ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല മാം എന്നാണ് അവർ പറയുന്നുള്ളത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, മസ്റ്റായിട്ടും അവർ ഓൾറെഡി ഉറപ്പായിട്ടും നിങ്ങൾ അവരുടെ പ്രയോറിറ്റി ഒന്നും അല്ല. അപ്പം അങ്ങനെ ഇരിക്കും, നിങ്ങൾക്കൊരു പെയിൻ ഉണ്ടായിരിക്കാം, അതിൽ നിന്ന് പോകുന്നില്ല. ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ അതിൽ നിന്നിട്ട് ആൾ വരുന്നത് എന്നാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ ചേസ് ചെയ്യുകയോ റീഡിങ് എടുക്കുകയോ ചെയ്യുന്നതിൽ കാര്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളെ ഇന്നർ വർക്ക്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ലൈക്ക് നാഡീശുദ്ധി, പ്രാണായാമ, മെഡിറ്റേഷൻസ്, സ്പിരിച്വാലിറ്റി, സെൽഫ് ലവ്, ഇതൊക്കെ ഒത്തിരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇതുപോലുള്ള ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാനായിട്ട്. ഓക്കെ, സോ എനിക്ക് കൂടുതലായിട്ടും ഈ സിറ്റുവേഷൻഷിപ്പിനെ കുറിച്ച് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ജസ്റ്റ് റീസെൻ്റായിട്ട് എൻ്റെ ലൈഫിലും ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചു ഇത് ആളിതുപോലെ തന്നെ ഫ്രണ്ടാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ ഫ്രണ്ട് എന്നുള്ളൊരു എനർജിയിൽ ആൾ നിൽക്കുന്നില്ല. ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തിട്ടാണ് ആൾ നിൽക്കുന്നുള്ളത്. അപ്പം എനിക്ക് ഡൗട്ടായി. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സൈക്കോളജിസ്റ്റ്, ആളോട് ഞാൻ ചോദിച്ചു. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആളെന്നോട് പറഞ്ഞു, ലൈക്ക് നീ എന്നുള്ളൊരു വ്യക്തി തന്നെയാണ് ഈ ഒരു കാര്യം എന്താണെന്നുള്ളത് ശരിക്കും ക്ലിയർ ചെയ്യാനുള്ളത്. സോ എനിക്കവിടെ ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. എന്താ പറയുക, ആളെന്നെ ഗൈഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഗൈഡൻസിനനുസരിച്ചിട്ടായിരുന്നു ആ ഒരു റിലേഷനിൽ പോയിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു റിലേഷനല്ല, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ പോയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല. ഐഡൻറ്റിഫൈ ചെയ്ത് വരുമ്പോഴേക്കും കൂടുതലായിട്ടും നമ്മൾ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്കായിരിക്കും എത്തിയിട്ടുണ്ടാവുക. എപ്പോഴും ആണെങ്കിലും നിങ്ങളെ ഒരിക്കലും മൂവ് ചെയ്യാനായിട്ട് അവർ അനുവദിക്കുന്നുണ്ടാവില്ല. നിങ്ങളെ ഒരു റിലേഷനിൽ ഇങ്ങനെ സ്റ്റക്കാക്കി വെക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ സ്റ്റക്കായി നിങ്ങൾ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതങ്ങനെ ശരിയാവില്ല ഒരിക്കലും. ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ടൈമിൽ ഞാനതിനെ ശരിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് ലേൺ ചെയ്തു. ഇപ്പം നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്, അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ്, നമുക്ക് ഒരാളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എക്സാക്റ്റ് അവരുടെ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, യെസ് ഈ ഒരു വ്യക്തി പറഞ്ഞതുപോലെ തന്നെയാണോ ഈ ഒരു വ്യക്തിയുടെ ആക്ഷൻസ്, ബോഡി ലാംഗ്വേജസ്, അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നുണ്ടാവും, അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. സോ മസ്റ്റായിട്ടും ഇങ്ങനെ നിങ്ങളെ ഒരു റിലേഷനിൽ, അതിപ്പോൾ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ആൾ തരുന്നില്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് വിത്ത് ബെനിഫിറ്റ്സ് എന്നുള്ളൊരു എനർജിയിലാണ്, മസ്റ്റായിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ലൈക്ക് എനിക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് റീസെൻ്റായിട്ട് റീഡിങ്സിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൂടുതലായിട്ട് ആളുകളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കാര്യം, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻഷിപ്പ് പലർക്കും അവെയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഹെൽപ്പ് ആകും അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട്. സോ അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊക്കെ എന്നോട് ഷെയർ ചെയ്യുക. ഇത് നിങ്ങളുടെ ഓരോ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ഫീമെയിൽ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഒത്തിരി അവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ് സിറ്റുവേഷൻഷിപ്പ് അല്ലേ? യെസ്, ട്രെൻഡിങ് ആണ്. കുറേ നെയിംസുകളുണ്ട്, കോസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ബെഞ്ചിങ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പലരും സിറ്റുവേഷൻഷിപ്പിനെ എന്താ പറയുക, ഒരു ആഡംബരമായിട്ട് ഇപ്പോൾ ബെസ്റ്റി കൺസെപ്റ്റൊക്കെ പോലെയാണ് കൊണ്ട് നടക്കുന്നുള്ളത്. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് വെരി പെയിൻഫുൾ. ഒരു വ്യക്തിക്ക് വളരെയധികം പെയിൻഫുള്ളായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഡിറ്റാച്ച്മെൻറ്റ്, ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. സോ ടേക്ക് കെയർ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത്, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. താങ്ക് യു.